ലാംഗ്വേജ് ഈസ് കോട്ട് നോട്ട് ബൈ ടോട്ട്. ഒരിക്കലും ഭാഷ എന്ന് പറയുന്നത് എന്തല്ല, ആരെങ്കിലും നമ്മളെ പഠിപ്പിച്ച് ഗ്രാമർ ഇന്നതാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ ടെൻസ് ഇന്നതാണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അത് കാണാതെ പഠിച്ച് മനസ്സിലാക്കി പഠിച്ചെടുക്കേണ്ട ഒന്നല്ല ഭാഷ. ഹായ്, ഹലോ, നമസ്കാരം. നമ്മളെ കൂടെ എന്തൊരു ഗസ്റ്റ് ഉണ്ട്, രജിസ്ഥാനാണ്. വർഷങ്ങളായി ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനും കൈറ്റ് വിറ്റേഴ്സ് ഫെയിമും ധാരാളം കുഞ്ഞുമക്കളെയും അധ്യാപകരെയും ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനിങ് കൊടുത്ത് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ഫെയിം ആയിട്ടുള്ള വ്യക്തിയാണ് സാർ. നമ്മൾ മലയാളികൾക്ക് പൊതുവെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ് അല്ലെ, വായിക്കുക സംസാരിക്കാനാണ് ഏറ്റവും കൂടുതൽ പേടി, വിശ്വാസക്കുറവ്, ഇംഗ്ലീഷ് കേട്ടാൽ ഒരു ഭയം. എന്താണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? എല്ലാവരെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു ഫാക്റ്റാണ്. ചെറുപ്പം മുതൽ നമ്മളിപ്പോ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുമ്പോഴും ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്. ഇപ്പം 1, 2, 3 ക്ലാസ്സുകളിലൊക്കെ മുമ്പ് കാലഘട്ടത്തില്, പണ്ട് നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തില് 4ാം ക്ലാസ്സിൽ നിന്നാണ് ഇംഗ്ലീഷ് പഠിക്കുക. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ 1, 2, 3 ക്ലാസ്സുകളിലേക്ക് എത്തിയ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഉണ്ടാവും പഠിക്കാൻ. 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഉണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് പഠിക്കാൻ. അങ്ങനെ ചെറുപ്പം മുതലേ അത്തരത്തിലൊരു അയ്യോ 4ാം ക്ലാസ്സിലെത്തി ഇംഗ്ലീഷ് പഠിക്കാനുണ്ടല്ലോ, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ, എങ്ങനെ പഠിക്കും, പുതിയൊരു ഭാഷയാണല്ലോ. ഇപ്പോഴ് 1ാം ക്ലാസ് മുതൽ LKG മുതൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുട്ടികൾ ഇതൊക്കെ കേൾക്കുന്നതാണെങ്കിലും എല്ലാ ദിവസവും ഇംഗ്ലീഷ് വായിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടെങ്കിലും എല്ലാ കുട്ടികളെ സംബന്ധിച്ച്, അത് കുട്ടികളെന്ന് മാത്രമല്ല രക്ഷിതാക്കളെ സംബന്ധിച്ചും അധ്യാപകരെ സംബന്ധിച്ചും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കുക, ഇംഗ്ലീഷിൽ സംസാരിക്കുക, ഇംഗ്ലീഷിൽ എന്തെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരെ സംബന്ധിച്ച് പ്രയാസമുള്ള കാര്യം. ഏതൊരു കുട്ടിയെ സംബന്ധിച്ച് ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ കാണാം. നമ്മൾ ഇംഗ്ലീഷിന്റെ പീരീഡ് നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുട്ടികൾ തന്നെ പറയാം, അയ്യോ സാർ ഇന്ന് ഇംഗ്ലീഷ് ആണോ, ഇപ്പൊ ഇംഗ്ലീഷ് വേണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഇംഗ്ലീഷിനോടുള്ളൊരു അത് മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ളൊരു വിമുഖത പല കുട്ടികളിലും, ഭൂരിഭാഗം കുട്ടികളിലും ഉണ്ട് എന്നുള്ളൊരു വസ്തുത ആണ്. അങ്ങനെയാണെങ്കിൽ സാറിന് ഈ ലാംഗ്വേജ് ഫ്ലുവൻസി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിക്കാലത്ത് ഏതെങ്കിലും ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവം ഒക്കെ ഇൻസ്പയർ ചെയ്തിരുന്നോ, സ്വാധീനിച്ചിരുന്നോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ക്ലാസ് മുതൽ നമുക്ക് ആ ഒരു ഭയം ഉള്ളിലുണ്ട്, പേടിയുണ്ടോ ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു? അല്ലല്ല, സാധാരണ ഗവൺമെന്റ് സ്കൂളിലാണ്, എയ്ഡഡ് സ്കൂളിലാണ്. അപ്പം ഒരു സാറ് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നു, തങ്കച്ചൻ സാർ. വളരെ സ്നേഹത്തോടെ നമ്മളെയൊക്കെ കൈകാര്യം ചെയ്ത, നന്നായിട്ട് ഇടപെടുന്ന, നന്നായിട്ട് സ്നേഹിച്ച് നമ്മളോട് വളരെ സൗഹൃദത്തിൽ ഫ്രണ്ട്ലി അപ്രോച്ചിൽ ക്ലാസ് എടുക്കുന്ന, പിന്നെ നമ്മുടെ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫുമായിട്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയാ ബന്ധപ്പെടുത്തി ക്ലാസ് എടുക്കുന്ന ഒരു സാറ് ഞങ്ങൾക്ക് വന്നു. ആ സാറിന്റെ പേര് തങ്കച്ചൻ സാർ, ഞാൻ പറഞ്ഞല്ലോ. ആ സാറ് ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മളെ കൂടുതൽ എന്താ പറയുക, നമുക്ക് കൂടുതൽ അവസരം കിട്ടും എന്തെങ്കിലുമൊക്കെ പറയാൻ, ചെറിയ ചെറിയ വാക്കുകൾ അങ്ങനെ പറയാൻ. അങ്ങനെ സാർ ഇങ്ങനെ അവസരം തന്നു. നമ്മൾ അതിനനുസരിച്ച് ആ ഒരു പിന്നെ എന്താ പറയാ സാറിനോടുള്ള താല്പര്യം, സാറിന്റെ ക്ലാസ്സിനോടുള്ള താല്പര്യം, അതെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഇംഗ്ലീഷ് ഭാഷയെ ഇഷ്ടപ്പെടാനും ഇംഗ്ലീഷ് പഠിക്കാനും കൂടുതൽ താല്പര്യത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു പ്രചോദനം തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് തന്നെ ആയിട്ടുണ്ട്. അതാണ് ഒരു ഫാക്റ്റാണത്. ഓക്കെ. ഇപ്പൊ പലരും ചോദിക്കുന്നതാണ് അല്ലെങ്കിൽ ചിന്തിക്കുന്നതാണ്, എനിക്ക് ഗ്രാമർ ഒന്നും അറിയില്ല, എനിക്ക് കുത്തിയിരുന്ന് ഗ്രാമർ, ടെൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചാലേ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഭയം. അതാണ്, അതൊരു വലിയ പേടിയാണ് എല്ലാവരും സംബന്ധിച്ച്. ഞാനിപ്പോ പറഞ്ഞ ഗ്രാമർ തെറ്റോ, ഇനി ഗ്രാമർ തെറ്റിയാൽ മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കും? പിന്നെ ഞാനിപ്പോ ഒരു വേർഡ് പറഞ്ഞു, അപ്പൊ ആ വേർഡ് പറഞ്ഞു, അത് തെറ്റായെന്ന് മറ്റുള്ള ഒരാൾക്ക് മനസ്സിലായി. അപ്പത്തേക്ക് അയാൾ എന്ത് വിചാരിക്കുന്നുള്ള ചിന്ത, എൻ്റെ ആ ഒരു കോംപ്ലക്സ്, അതാണ് പലരെയും ഈ ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ നിന്ന് എന്താ പറയാ പിന്നോട്ടടിക്കുന്ന ഘടകം. അപ്പൊ എങ്ങനെയാണ് ഇത് പഠിച്ചെടുക്കുന്നത്? നമ്മൾ എന്താ പറയാ, നമുക്കറിയാം ലാംഗ്വേജ് ഈസ് കോട്ട് നോട്ട് ബൈ ടോട്ട്. ഒരിക്കലും ഭാഷ എന്ന് പറയുന്നത് എന്തല്ല, ആരെങ്കിലും നമ്മളെ പഠിപ്പിച്ച് ഗ്രാമർ ഇന്നതാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ ടെൻസ് ഇന്നതാണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അത് കാണാതെ പഠിച്ച് മനസ്സിലാക്കി പഠിച്ചെടുക്കേണ്ട ഒന്നല്ല ഭാഷ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ മലയാളം പറയുന്നു അല്ലെ. എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ പറഞ്ഞിട്ടാണോ പഠിച്ചത്? അല്ല, കേട്ടാണ് പഠിച്ചത് അല്ലേ. കേട്ടാണ് പഠിച്ചത്. നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ എല്ലാവരും നമ്മളോട് സംസാരിച്ചു. അങ്ങനെ നമ്മൾ ചെറിയ വാക്കുകളിലൂടെ പറഞ്ഞ് ചെറിയ ശബ്ദങ്ങൾ ആദ്യം പുറപ്പെടുവിച്ച്, പിന്നെ വാക്കുകളായി, പിന്നെ
വാചകങ്ങളായി അങ്ങനെയാണ് നമ്മൾ സംസാരിക്കാൻ പഠിച്ചത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയും എടുത്താൽ മതി. ഇപ്പം എന്താ പറയുക, കേട്ട് 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 അപ്പൊ നമ്മൾ ചെറിയ രീതിയിൽ പ്രതികരിക്കുക, ചെറിയ വാക്കുകൾ ആദ്യം ഉപയോഗിക്കുക, പിന്നെ അത് കുഞ്ഞു കുഞ്ഞു വാക്കുകൾ എന്നുള്ളത് കുറച്ച് അധികം നീളമുള്ള വാക്കുകളാക്കുക, പിന്നെ സെന്റൻസുകളാക്കുക. അങ്ങനെ 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 നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഇംഗ്ലീഷ് ഭാഷയും പറയാനും പിന്നെ സംസാരിക്കാനും പഠിച്ചാൽ മതി. ഇങ്ങനെ സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കുന്നത്, അതിനെ പറ്റിയൊക്കെ അതൊക്കെ വളരെ ഉപകാരം ചെയ്യും. കാരണം ഈ സംസാരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അതിന് താല്പര്യമുള്ള ആളുകളാണല്ലോ, അത് അറിയുന്ന ആളുകളാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളോടുള്ള ഇന്ററാക്ഷൻ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. കാരണം നമുക്ക് പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് സംസാരിക്കാനും മറ്റൊരാളോട് ഇംഗ്ലീഷിൽ ഇന്ററാക്ട് ചെയ്യാനും ഭയങ്കര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും താല്പര്യമായിരിക്കും. പക്ഷെ അത്തരത്തിൽ അതേ വൈബുള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ള മറ്റൊരു പ്രശ്നം. അങ്ങനെ സംസാരിക്കാൻ, ഇപ്പം ഞാനിനി സംസാരിച്ചാൽ എന്നെ കളിയാക്കാത്ത എന്തെങ്കിലും മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞാൽ എന്നെ കളിയാക്കാത്ത ആൾ അവിടെ ഉണ്ട്. അപ്പം എന്നെ കേട്ട് എന്നോട് വളരെ സൗഹൃദത്തോടെ സ്നേഹത്തോടെ എന്നെ കറക്റ്റ് ചെയ്ത്, അപ്പം അതിൽ നിന്നും അങ്ങനെ എല്ലാ തരത്തിലും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, എല്ലാ തരത്തിലും നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആളുകൾ ഉള്ള അത്തരത്തിലുള്ള ഒരു ടീമുമായിട്ട് അല്ലെ അത്തരത്തിലുള്ള ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എപ്പോഴും അവസരം കിട്ടിയാൽ, അല്ലെങ്കിൽ ആ ഒരു സമയം നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ അവർ സംസാരിക്കുന്ന പോലെ മറ്റുള്ള ആളുകളൊക്കെ സംസാരിക്കുന്ന പോലെ നമുക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ കൂണ് പോലെ മുളച്ചു പോകുന്ന ഈ 5,000 പേയ്മെന്റ് തരൂ, നിങ്ങളെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സഹായിക്കാം, അല്ലെങ്കിൽ 10,000 പേയ്മെന്റ്, അങ്ങനെ പേയ്മെന്റ് കൊടുത്തിട്ട് ഓൺലൈൻ ആയിട്ടൊക്കെ പഠിപ്പിക്കുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതിലൊക്കെ പോകുന്നത് യൂസ്ഫുൾ ആണ്. എന്താണ് അതിനെ പറ്റി? അതൊക്കെ ഇപ്പം നമ്മുടെ ക്ലാസ് മുറികളിൽ നമുക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ അത് ഓൺലൈനായിട്ട് നമുക്ക് കിട്ടുന്നു. അവിടെ ഒന്നും എന്തല്ല, ഇതൊക്കെ നമ്മൾ എന്താ പറയാ, അല്ലെങ്കിൽ നീന്തൽ അറിയത്തില്ലാത്ത ഒരാൾ നീന്തൽ പഠിക്കാൻ വെള്ളത്തിൽ ഇറങ്ങാതെ രക്ഷയില്ലല്ലോ. അപ്പം ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്ന, ഇംഗ്ലീഷ് മറ്റുള്ളവരോട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്താ പറയാ താല്പര്യമുള്ള ഒരാള് ഈ നീന്തൽ പഠിക്കുന്ന പോലെയാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കണം, ഇന്ററാക്ട് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതല്ലാതെ നമ്മൾ ഇത് പറഞ്ഞ ക്ലാസ്സുകളിൽ പറയുന്ന കാര്യങ്ങൾ കാണാതെ കേട്ട് ഈസ് വരുമ്പോ അങ്ങനെ അല്ലെങ്കിൽ ഹീ വരുമ്പോ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാതെ കേട്ട് കണ്ട് വായിച്ച് പഠിച്ച് ഇരുന്നാൽ ഒരിക്കലും ആ ഒരു പിന്നെ എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത്തരത്തിൽ നേടുന്നത് ഒരിക്കലും പ്രാപ്യമല്ല. ഒരിക്കലും അത് കൃത്യമായ രീതിയിൽ ഒരു നാച്ചുറലായ രീതിയിൽ നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് ഫ്ലുവൻസി നമുക്ക് കിട്ടുക. അതിന് നേരെ മറിച്ച് എന്ത് ചെയ്യണം, ഇത്തരത്തിൽ പരമാവധി ചെറിയ വാക്കുകളിലൂടെയും ചെറിയ പിന്നെ സംഭാഷണ ശകലങ്ങളിലൂടെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുക. അത് ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ അവിടെ സംസാരിക്കുക. കൂടുതൽ ഇംഗ്ലീഷ് പിന്നെ എന്താ പറയാ ന്യൂസുകൾ, പിന്നെ പിന്നെ എന്താ പറയാ ഇംഗ്ലീഷ് എന്താ പറയാ പ്രസംഗങ്ങള്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് അത് ഇന്ററാക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക. പക്ഷെ നമ്മളെ ഗവൺമെന്റ് സ്കൂളില്, അപ്പൊ ഞാൻ ചോദിച്ചത് ഇതാണ്, ഗവൺമെന്റ് സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ലേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കഴിയും. അവിടെയും ഈ ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള കുട്ടികൾക്ക് ക്ലാസ് റൂം പ്രവർത്തനങ്ങളെല്ലാം ഇംഗ്ലീഷിൽ എന്താ പറയാ ചെയ്യാനുള്ള, ഇംഗ്ലീഷ് സാഹചര്യത്തിൽ ചെയ്യാനുള്ള അവസരം ക്ലാസ് മുറിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ക്ലാസ് മുറികൾ ഇപ്പൊ ഇംഗ്ലീഷ് ക്ലാസ്സുകളെല്ലാം ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിന് കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അധ്യാപകനും ആ ഒരു രീതിയിൽ കുട്ടികളോട് ഇടപെട്ടുകൊണ്ട് ഇംഗ്ലീഷ് ആണ്, അപ്പോൾ ഇംഗ്ലീഷ് പീരീഡാണ്, ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. അത് കുട്ടികൾ മനസ്സിലാക്കുകയും കുട്ടികൾ അതിനോട് പിന്നെ താല്പര്യം കാണിച്ച് ഇടപെടുകയും ചെയ്യുമ്പോൾ അപ്പൊ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ആ രീതിയിലാവണം എന്നുള്ളതാണ്. ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഒക്കെ വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരം കുറച്ചും കൂടി നമുക്ക് ലാംഗ്വേജ് എക്സ്പ്ലോഷർ കിട്ടുന്നുണ്ടല്ലോ, ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട്. അപ്പം അവിടെയൊക്കെ ഇംഗ്ലീഷിനെ സ്നേഹിച്ചിട്ട് ഇംഗ്ലീഷിനോട് ഇഷ്ടം കാണിച്ച് ഇംഗ്ലീഷ് പീരീഡ് എങ്കിലും കുട്ടികളോട് മുഴുവൻ സമയവും ഇംഗ്ലീഷിൽ ഇന്ററാക്ട് ചെയ്യുന്ന, ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ക്ലാസ് മുറിയിൽ ഉണ്ടാവണം. ടീച്ചർ എന്താ പറയാ പർപ്പസ്ഫുള്ളി ഒരു ടീച്ചർ എന്ത് ചെയ്യണം, അതിനുള്ള സിറ്റുവേഷൻ ക്ലാസ് മുറിയിൽ ഒരുക്കണം. ഒരു മടിയും വിചാരിക്കാതെ. കാരണം നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളാണ്. നമ്മുടെ കുട്ടികൾക്ക് എന്താ വേണ്ടത്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്, ഇന്ററാക്റ്റീവ് സ്കില്ലാണ്. ആ സ്കില്ല് വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഡെഫിനറ്റ്ലി വി ഷുഡ് ഇൻട്രൊഡ്യൂസ് അവർ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഓൺലി ഇൻ ഇംഗ്ലീഷ്. അപ്പം ആ ഇംഗ്ലീഷ് അറ്റ്മോസ്ഫിയർ നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ് മുറിയിൽ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഓരോ അധ്യാപകരും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ക്ലാസ് മുറിയിൽ ആവിഷ്കരിക്കാനാണ്
ശ്രമിക്കേണ്ടത്. അതാണ് ഇപ്പൊ പുതിയ ഒരു മെത്തേഡില് കൺവേ ചെയ്യുന്നത്. അതെ അതെ, അത് ഒരുപാട് അവസരങ്ങൾ ഇപ്പം ഇപ്പം നമ്മുടെ ക്ലാസ് മുറിയിലുണ്ട്, അധ്യാപകർക്ക് അവസരങ്ങളുണ്ട്, കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനും വളരെ എളുപ്പത്തിൽ ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലുള്ള കുട്ടികളെല്ലാം അത്തരത്തിൽ ആ ഒരു ഇന്ററാക്റ്റീവ് സ്കില്ല്, കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് നല്ല രീതിയിൽ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപ്ചർ ചെയ്ത് എടുക്കുന്നുണ്ട്. സാറും ഈ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നതിലൂടെ അങ്ങനെയല്ലേ അധ്യാപകരെ അങ്ങനെ വളർത്തിയെടുക്കാൻ? തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരുപാട് ട്രെയിനിങ്ങുകൾ അധ്യാപകർക്ക് കൊടുക്കുന്നുണ്ട്, ഒരുപാട് അവസരങ്ങൾ അധ്യാപകർക്കും കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് എനിക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ അത്തരത്തിൽ ഞാൻ എപ്പോഴും വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊരു എങ്ങനെ ക്ലാസ് മുറിയിൽ അല്ലെങ്കിൽ അധ്യാപകർക്കിടയിൽ തന്നെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുക. ഇന്നവേറ്റീവായിട്ട് നമ്മൾ ട്രാൻസാക്ട് ചെയ്യേണ്ട ഒരു കാര്യം ട്രാൻസാക്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇന്നവേറ്റീവായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ, എല്ലാവർക്കും ക്യാപ്ചർ ആവുന്ന തരത്തിൽ, എല്ലാവർക്കും ക്യാച്ച് ചെയ്യാവുന്ന തരത്തിൽ കൊടുക്കാൻ കഴിയും. അത് ഇംഗ്ലീഷ് ഭാഷയിലും പ്രയോഗിക്കുക, തീർച്ചയായിട്ടും അതിന്റെ ഫലം കാണും. അതാണ്. അപ്പൊ മീഡിയമോ അല്ലെങ്കിൽ സ്കൂൾ ഏത് തരത്തിലുള്ളതാണോ ഇതൊന്നും അല്ല വിഷയം. ലാംഗ്വേജ് എക്സ്പ്ലോഷർ അവർക്ക് കിട്ടണം, വീട്ടിൽ നിന്നായാലും ഫ്രണ്ട്സിന്റെ അടുത്ത് സ്കൂളിന്റെ. They should get the chances and the opportunity to get explored. ഓക്കെ ഓക്കെ. ഇനി ലാംഗ്വേജ് നല്ല ഫ്ലുവന്റ് ആയാലേ ഉള്ള ഒരു മെറിറ്റ്സ്, നമുക്ക് എന്തൊക്കെ ചാൻസുകൾ കിട്ടും എന്നൊക്കെ അത് ചോദിക്കണ്ടല്ലോ. എന്തുമാത്രം അവസരങ്ങളാണ്. ഇപ്പം ഒരു ഭാഷ അറിയത്തില്ല, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ അറിയത്തില്ലാത്ത ഒരാള് നമ്മുടെ ഒരു ചുറ്റും നമ്മൾ നോക്കിയാൽ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുന്നു, അവിടെ എന്താണ് നമ്മുടെ പ്രസന്റേഷൻ സ്കില്ലാണ് അവിടെ നോക്കുക. ഇപ്പം ഒരു ഡൈനാമിക് വേൾഡ് ആണ് അല്ലേ, ഗ്രോയിങ് വേൾഡ് ആണ്, ഡെവലപ്ഡ് വേൾഡ് ആണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളും ഈ ലോകത്തിന്റെ ലോകം വളരുന്ന അതേ വളർച്ചയിൽ, അതേ വേഗതയിൽ നമ്മളും എന്ത് ചെയ്യണം, വളരണം. നമ്മളും എന്ത് ചെയ്യണം, പിന്നെ പ്രോഗ്രസ് ആവും. അപ്പൊ അതിനുവേണ്ടി എന്താണ്, അത്തരത്തിലുള്ള അവസരങ്ങൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ അറിയുന്ന ആൾക്ക് കിട്ടുന്നത് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് അറിയത്തില്ലാതെ നമ്മൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്കറിയാം, നമുക്ക് ജോലി സാധ്യതകൾ ഇപ്പോൾ പല രാജ്യങ്ങളിലായിരിക്കും, മറ്റു പല ദേശങ്ങളിലായിരിക്കും. അവിടെ ഒക്കെ പോകുമ്പം ഇംഗ്ലീഷ് അറിയുന്ന ഒരാള് എപ്പോഴും എന്താവും, എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിട്ട് മാറുകയും നമുക്ക് കൂടുതൽ നല്ല മികച്ച അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പം ഇംഗ്ലീഷിനെ ഭയക്കാതെ, ഇംഗ്ലീഷിനോട് പേടി കാണിക്കാതെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിനോട് വിമുഖത കാണിക്കാതെ ഇംഗ്ലീഷിനെ സ്നേഹിക്കുക, ഇംഗ്ലീഷിനോട് കൂടുതൽ താല്പര്യം കാണിച്ച് പഠിക്കാൻ ശ്രമിക്കുക, പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ കുട്ടികളിലേക്കും ടീച്ചേഴ്സിലേക്കും ഒക്കെ ഇത് കൂടുതലായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും കുട്ടികളിലേക്ക് എത്തിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്കറിയാം ക്ലാസ് മുറികളിൽ അപ്പൊ ഒരു അധ്യാപകനെ സംബന്ധിച്ച് ക്ലാസ് മുറിയിൽ നമ്മൾ കുട്ടികളോട് ട്രാൻസാക്ട് ചെയ്യേണ്ട പാഠഭാഗം ഉണ്ടാവും. ആ പാഠഭാഗം അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ മാത്രമല്ല, അവർക്ക് ഭാഷ സഹായത്തമാകുന്ന തരത്തിൽ, ഇംഗ്ലീഷ് കൈയാക്കുന്ന തരത്തിൽ എങ്ങനെ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റും, അതാണ് ഓരോ അധ്യാപകരും നോക്കേണ്ടത്. അതിനുള്ള അവസരം ക്ലാസ് മുറിയിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അധ്യാപകർക്ക് മാത്രമേ റോൾ ഉള്ളൂ, ഈ കുട്ടിക്കും പാരന്റ്സിനൊന്നും? തീർച്ചയായിട്ടും ഉണ്ട്. കുട്ടിക്കും പാരന്റ്സിനും കൃത്യമായ റോൾ ഉണ്ട്. അപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ക്ലാസ് മുറിയിൽ ഇംഗ്ലീഷ് സാഹചര്യം ഒരുക്കുക എന്ന് പറഞ്ഞു. ഇതേ സാഹചര്യം നമുക്ക് നമ്മുടെ വീടുകളിലും ഒരുക്കാലോ. ഇപ്പം രക്ഷിതാക്കള് മക്കളോട് എപ്പോഴും ഒന്നും അല്ലെങ്കിലും എപ്പോഴൊക്കെ അവര് ഇന്ററാക്ട് ചെയ്യുന്നോ, ഇപ്പം പഠന സംബന്ധമായ കാര്യം സംസാരിക്കുന്നു, അതൊക്കെ ഇംഗ്ലീഷിൽ എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? ചെറിയ വാക്കുകൾ ഇംഗ്ലീഷിലെ രക്ഷിതാക്കൾക്ക് പറഞ്ഞുകൂടാ? അല്ലെങ്കിൽ അവർക്ക് കുട്ടികൾ തമ്മിൽ പരസ്പരം എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൂടാ? അപ്പൊ അധ്യാപകർക്ക് ഉള്ള അതേ പങ്ക് രക്ഷിതാക്കൾക്കുണ്ട്. ഇനി കുട്ടികൾ തന്നെ പരസ്പരം എപ്പോഴെങ്കിലും ഇടയ്ക്കൊക്കെ കാണുമ്പോൾ എപ്പോഴും അവർ ഒരുമിച്ചാണ്. അപ്പം എന്താ പറയാ, ക്ലാസ് മുറികളിൽ അല്ലാതെ ക്ലാസിന്റെ പുറത്ത്, ഗ്രൗണ്ടിൽ, അല്ലെങ്കിൽ പിന്നെ ലാബിൽ, അല്ലെങ്കിൽ മറ്റ് കുട്ടികൾ എവിടെയൊക്കെ അവർ പോകുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെ കൂട്ടുകാരോടൊത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കുക. സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾ മതി, വലിയ വാക്കുകളോ വലിയ സെന്റൻസുകളോ ഒന്നും വേണ്ടല്ലോ. ചെറിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് പിന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി, ഇത്തരത്തിലുള്ള ശീലം നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ആളുകളുടെ ഇടയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ലാംഗ്വേജ് പിടിക്കും, ഉറപ്പാണ്. ലാംഗ്വേജ് അവർ നേടും.
അത്തരത്തിലുള്ള അവസരം ഉണ്ടാവാന്നുള്ളത്. അപ്പൊ വിലപ്പെട്ട വിവരങ്ങൾ ഷെയർ ചെയ്ത സാറിന് വളരെയധികം നന്ദി. നമുക്ക് വീണ്ടും കാണാം. ബൈ.